പാതാള ചാമുണ്ടിയുടെ കഥ കേട്ടാലോ? ചണ്ടൻ മുണ്ടൻ എന്നു പേരുള്ള ദുഷ്ടരും അതിശക്തരുമായ അസുര സഹോദരങ്ങളെ വധിച്ച ശക്തി സ്വരൂപിണിയായ ദേവി എന്ന അർത്ഥത്തിലാണ് ചാമുണ്ടി എന്ന പേരിന്റെ ഉത്ഭവം. ബ്രഹ്മദേവനിൽ നിന്നും സ്ത്രീകൾക്ക് മാത്രമേ തങ്ങളെ വധിക്കാൻ കഴിയൂ എന്ന് വരം നേടിയ ശുംഭനിശുംഭന്മാർ സർവ വിനാശകരായി 3 ലോകവും വാണിരുന്ന കാലം. ചണ്ടമുണ്ടന്മാർ അവരുടെ സേവകരായി സകല ദുഷ്ടപ്രവൃത്തികൾക്കും കൂട്ടുനിന്നു. ഇതിൽ ആദ്യം പൂണ്ട ദേവന്മാർ പാർവതി ദേവിയെ സമീപിക്കുകയും ദേവന്മാരുടെ സങ്കടത്തിൽ മനസ്സലിഞ്ഞ ദേവി ശുംഭനിശുംഭ നിഗ്രഹത്തിന് തയ്യാറാവുകയും ചെയ്തു. അസുര നിഗ്രഹത്തിനായി അവതരിച്ച പാർവതി ദേവിയുടെ തിരുമിഴിയിൽ നിന്ന് ഉഗ്രമൂർത്തിയായ കാളി ഉടലെടുത്തു. ഘോരയുദ്ധത്തിൽ രൗദ്രമൂർത്തിയായ കാളി ശുംഭനിശുംഭന്മാരെ നിഗ്രഹിച്ചു. പാർവതി ദേവിയുടെ സൗന്ദര്യത്തിൽ ചണ്ടമുണ്ടന്മാർ ആകൃഷ്ടരായി. അതിശക്തിയായ ദേവിയെ കീഴടക്കാൻ ഒരു വലിയ പടയുമായി തന്നെ ചണ്ടമുണ്ടന്മാർ വന്നു. ഇതിൽ കോപാകുലയായ കാളി അവരോട് യുദ്ധം ചെയ്തു. യുദ്ധം അതികഠിനമായി തുടർന്നപ്പോൾ കാളിയുടെ ശക്തി നേരിടാനാവാതെ ചണ്ടമുണ്ടന്മാർ പാതാളത്തിൽ ഓടി ഒളിച്ചു. എന്നാൽ അവരെ അവിടെ പിന്തുടർന്ന് പാതാളത്തിലെത്തിയ കാളി 2 പേരെയും വധിച്ചു. അങ്ങനെ ചണ്ടമുണ്ടന്മാരെ വധിച്ച കാളിയെ പാർവതി ദേവി ചാമുണ്ടി എന്ന് വിളിച്ചു. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ചാമുണ്ടി ജനപരിപാലനത്തിനായി ഭൂമിയിലേക്ക് വന്നു. ശക്തി സ്വരൂപിണിയായ ചാമുണ്ടിയെ പയ്യന്നൂറുള്ള വണ്ണാടിൽ പൊതുവാൾ കുലദേവതയായി വാഴിച്ചു. വണ്ണാടിൽ പൊതുവാൾ ചാമുണ്ടിയെ കുലദേവതയായി വാഴിച്ചതിനു പിന്നിലും അതിരൗദ്രത പ്രകടമാവുന്ന ഒരു കഥയുണ്ട്. ഒരു നാൾ വണ്ണാടിൽ തറവാട്ടിലെ പൊതുവാൾ സഹായിയായ നായർക്കൊപ്പം രാത്രിയിൽ വനത്തിൽ നായാട്ടിന് പോയപ്പോൾ കാട്ടിലൂടെ വിഹരിക്കുകയായിരുന്ന മടയിൽ ചാമുണ്ടിയുടെ നേരെ അബദ്ധത്തിൽ അമ്പെയ്തു. രാത്രി അനക്കം കേട്ടപ്പോൾ ഏതോ വന്യമൃഗമായിരിക്കുമെന്ന് കരുതിയാണ് അസ്ത്രം തൊടുത്തത്. അതിഭീകരമായ അലർച്ച കേട്ട് പേടിയോടെയും ഏത് മൃഗമാണ് ഇതെന്നറിയാനുള്ള കൗതുകത്തോടെയും 2 പേരും അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. അവിടെ ഒരു വലിയ മട കണ്ടു. നായർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മടയിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് മടയിൽ അഗ്നി പോലെ ജ്വലിക്കുന്ന 2 കണ്ണുകൾ കണ്ടു. കാട് നടുങ്ങുന്ന ശബ്ദത്തിൽ അലർച്ച മുഴങ്ങി. മടയിൽ ചാമുണ്ടിയുടെ ഉഗ്രരൂപം കണ്ട് പൊതുവാളും നായരും ജീവനും കൊണ്ടോടി. ഘോര അട്ടഹാസത്തോടെ കലിപൂണ്ട ചാമുണ്ടി അവരെ പിന്തുടർന്നു. വീട്ടിലെത്തിയ പൊതുവാൾ തറവാട്ട് ദൈവമായ കാനക്കര അമ്മയുടെ പള്ളിയറ വാതിൽ തുറന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. പിന്തുടർന്നെത്തിയ ചാമുണ്ടിയെ കാനക്കര അമ്മ അനുനയിപ്പിച്ചു. പൊതുവാൾ എന്നിൽ അഭയം പ്രാപിച്ചതുകൊണ്ട് അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ പൂർണ്ണമായും കരിയടങ്ങാത്ത ചാമുണ്ടി തിരിച്ചു നടന്നപ്പോൾ ഒളിച്ചിരിക്കുന്ന നായരെ കണ്ടു. പിന്നെ നിമിഷ നേരം കൊണ്ട് നായരെ ചവിട്ടിക്കൊന്നു. ശവശരീരം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് കലി തീർത്തു. ഭയവും ശക്തിയും ഏറിയ വണ്ണാടിയിൽ പൊതുവാൾ ആ ഉഗ്രമൂർത്തിയായി കാളിക്ക് സ്ഥാനം കൊടുത്ത് പ്രീതിപ്പെടുത്തി വണ്ണാടിൽ തറവാട്ടിലെ കുലദേവതയായി വാഴിക്കുകയും മടയിൽ ചാമുണ്ടിയുടെ കോലം കെട്ടിയാടുകയും ചെയ്തു. അങ്ങനെ മടയിൽ നിന്ന് ഉത്ഭവിച്ച ചാമുണ്ടി ആയതുകൊണ്ടാണ് മടയിൽ ചാമുണ്ടി എന്ന പേര് ഈ മൂർത്തിക്ക് വന്നത്.